ईद की सुबह को मुसलमान नहा धोकर नए और साफ सुथरे कपड़े पहनते हैं और इत्र लगाते हैं। औरतें घरों को साफ सुथरा कर के सजाती हैं और नए कपड़े पहनती हैं। सिवैयाँ और तरह तरह की चीज़ें पकाती हैं। छोटे बड़े सभी ईदगाह या बड़ी मस्जिदों में ईद की नमाज पढ़ने के लिए जाते हैं। नमाज पढ़ने के बाद आपस में गले मिलते हैं और एक दूसरे को ईद की मुबारकबाद देते हैं। ईद की नमाज पढ़कर वापस आते हुए बच्चों के लिए तरह तरह के खिलौने और गुब्बारे वगैरह खरीदे जाते हैं। घर आने के बाद घर के बड़े अपने छोटों को ईदी देते हैं। ईदी के पैसों से बच्चे तरह तरह की चीज़ें खरीदते हैं। ईद के मौके पर घरों में खाने पीने का ख़ास इंतज़ाम होता है। इस मौके पर दोस्त रिश्तेदार सब मिलकर मुख्तलिफ़ किस्म के पकवान खाते हैं। गैर मुस्लिम हज़रात भी इस मौके पर शरीक होकर खुशी का इजहार करते हैं। वो अपने मुसलमान भाइयों को ईद की मुबारकबाद पेश करते हैं। ईद के दिन ईदगाह के बाहर और शहर में जगह जगह मेला लगता है। मिठाई और खिलौनों की दुकानें सजाई जाती हैं। हिंडोले भी लगाए जाते हैं जिनमें बच्चे झूला झूलते हैं। ईद के दिन हर घर में बड़ी रौनक होती है और बाज़ारों में चहल पहल रहती है। हर तरफ खुशी का माहौल होता है। അപ്പോൾ ഇത്രയാണ് വായിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അർത്ഥം വെച്ച് നോക്കാം. ഈദ് കി സുബഹ്ക്കോ പെരുന്നാളിൻ്റെ രാവിലെ സുബഹിൻ്റെ സമയത്ത് മുസ്ലിങ്ങൾ നഹാ ധോക്കർ അലക്കി കുളിച്ചിട്ട്, നഹാനാണ് കുളിക്കുക, ധോനാണ് അലക്കുക, അതൊക്കെ ചെയ്തിട്ട് നഹാ ധോക്കർ കുളിച്ച് അലക്കിയിട്ട് നയേ പുതിയ അവർ സോഫ് സുതരെ വൃത്തിയുള്ള കപ്പടെ പഹൻതേ ഹൈ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവർ ഇത്തർ ലഗാത്തേ ഹൈ പിന്നെ സുഗന്ധം പുരട്ടുന്നു. ഇത്ര എന്ന സുഗന്ധത്തിന് പറയാട്ടോ. ഔറത്തോ ഘറോ കോ സോഫ് സുതരാക്കർ സജാത്തി ഹൈ സ്ത്രീകൾ വീടുകളെ വൃത്തിയാക്കിയിട്ട് സജാത്തി ഹൈ അലങ്കരിക്കുന്നു. സജാന അലങ്കരിക്കുക. സോഫ് സുതരാക്കർ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. ഔറത്തെ സ്ത്രീകൾ ഘറോങ്കോ വീടുകളെ സോഫ് സുതരാക്കർ വൃത്തിയാക്കിയിട്ട് സജാത്തി ഹൈ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുന്നു. അവർ നയേ കപ്പടെ പഹൻതി ഹൈ പുതിയ വസ്ത്രം ധരിക്കുന്നു. സിവയ്യാ സേമിയം അവർ തൊറക്കി വ്യത്യസ്ത തരത്തിലുള്ള ചീസേ വസ്തുക്കൾ പകാത്തി ഹൈ പാകം ചെയ്യുന്നു. ചോട്ടെ ബഡേ ചെറിയവരും വലിയവരൊക്കെ സബി എല്ലാവരും ഈദ്ഗാഹ്
പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലം, പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്ന സ്ഥലം. യാ അല്ലെങ്കിൽ ബഡി മസ്ജിദോമേ, വലിയ പള്ളികളിൽ ഈദ് കി നമാസ് പഠ്നെ കെ ലിയെ, പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി. ഈദ് കി നമാസ് പെരുന്നാളിൻ്റെ നിസ്കാരം, പഠ്നെ കെ ലിയെ അത് നിർവഹിക്കാൻ വേണ്ടി. പഠന പറഞ്ഞാൽ അത് നിർവഹിക്കുക അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുക എന്നൊക്കെ അർത്ഥം. പഠന നമ്മൾ വായിക്കുക അങ്ങനത്തെ ഒക്കെ അർത്ഥം വെക്കലില്ല, ഇവിടെ അതല്ല. ഓരോ സ്ഥലത്തും പഠനൻ്റെ അർത്ഥം മാറുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, പഠ്നെ കെ ലിയെ ജാത്തെ ഹൈ, അതിനുവേണ്ടി പോകുന്നു, നിർവഹിക്കാൻ വേണ്ടി പോകുന്നു. നമാസ് പഠ്നെ കെ ബാദ്, നമസ്കാരം നിർവഹിച്ചതിന് ശേഷം. അപ്പോൾ നമാസ് പഠനാൽ നിസ്കരിക്കുക എന്നർത്ഥം. നമാസ് പഠ്നെ കെ ബാദ്, നിസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷം. ബാദ് ആപ്പസ് മേ, പരസ്പരം. ഗലെ മിൽത്തെ ഹൈ, ആശ്ലേഷണം ചെയ്യുന്നു, കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്ലേഷണം ചെയ്യുന്നതിനാണ് ഗലെ മിൽന എന്ന് പറയുക കേട്ടോ. അവർ ഏക് ദൂസരെ കോ ഈദ് കി മുബാറക് ബാദ് ദേത്തെ ഹൈ, ഒരാൾ മറ്റൊരാൾക്ക് പെരുന്നാൾ ആശംസകൾ നൽകുന്നു. ഏക് ദൂസരെ കോ, ഒരാൾ മറ്റൊരാൾക്ക് ഈദ് കി, പെരുന്നാളിൻ്റെ മുബാറക് ബാദ് ആശംസകൾ ദേത്തെ ഹൈ, നൽകുന്നു. ईद की नमाज पढ़कर वापस आते हुए बच्चों के लिए तरह तरह के खिलौने और गुब्बारे वगैरह खरीदे जाते हैं. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു വരുന്ന, വാപ്പസ് ആത്തെ ഹുയെ, മടങ്ങി വരുന്ന, ബച്ചോं के लिए, കുട്ടികൾക്ക് വേണ്ടി, തൊറക്കി വ്യത്യസ്ത തരത്തിലുള്ള ഖിലോനെ, കളിപ്പാട്ടങ്ങൾ, അവർ ഗുബ്ബാറെ, ബലൂണ്, വൈറ, മറ്റുള്ള സാധനങ്ങളൊക്കെ ഹരീദേ ജാത്തെ ഹൈ, വാങ്ങിപ്പോകുന്നു, വാങ്ങപ്പെടുന്നു എന്നർത്ഥം. ഹരീദേ ജാത്തെ ഹൈ. घर आने के बाद घर के बड़े और अपने छोटों को अपने छोटों को ईदी देते हैं. അങ്ങനെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം, ഘർ ആനെ കെ ബാദ്, വീട്ടിൽ വന്നതിൻ്റെ ശേഷം, ഘർ കെ ബഡെ, വീട്ടിലുള്ള വലിയ ആൾക്കാർ, അപ്പിനെ ചോട്ടോ കോ, തൻ്റെ ചെറിയവർക്ക്, ഈദി ദേത്തെ ഹൈ, പെരുന്നാൾ സമ്മാനം നൽകുന്നു, അല്ലെങ്കിൽ പെരുന്നാൾ പൈസ നൽകുന്നു. ഈദി പെരുന്നാളിൻ്റെ സമ്മാനം, അല്ലെങ്കിൽ പെരുന്നാൾ പൈസ എന്നൊക്കെ അർത്ഥം. അത് ആ കൊടുക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? അപ്പോൾ അതേപോലെ അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ ഈദി കെ പൈസോസെ ബച്ചെ തൊറക്കി ചീസേ ഖരീദത്തെ. അപ്പോൾ പെരുന്നാൾ പൈസ കൊണ്ട് ആദ്യം തന്നെ കുറേ ബലൂണും സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ പുറമെ ഈദി കെ പൈസോസെ, പെരുന്നാൾ പൈസ കൊണ്ട് ബച്ചെ, കുട്ടികൾ, തൊറക്കി വ്യത്യസ്ത തരത്തിലുള്ള ചീസേ ഖരീദത്തെ, വസ്തുക്കളെ വാങ്ങുന്നു. ഈദ് കെ മൗക്കെ പർ ഘറോ മേ ഖാനെ പീനെ കെ ഖാസ് ഇന്തിസാം ഹോത്താ ഹൈ. ഈദ് കെ മൗക്കെ, പെരുന്നാളിൻ്റെ അവസരത്തിൽ, ഘറോ മേ, വീടുകളിൽ, ഖാനെ പീനേക്ക, തിന്നാനും കുടിക്കാനൊക്കെ, ഖാന തിന്ന, പീന കുടിക്കാനൊക്കെ, ഖാസ് പ്രത്യേകം, ഇന്തിസാം ഘടന, ഹോത്താഹെ ഉണ്ടാകുന്നു, പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ടാകുന്നു. इस मौके पर दोस्त रिश्तेदार सब मिलकर मुख्तलिफ किस्म के पकवान खाते हैं. ഈസ് മൗക്കയെ പർ, ഈ ഒരു അവസരത്തിൽ, ദോസ്ത്, കൂട്ടുകാർ, റിശ്തേദാർ, അയൽവാസികൾ അല്ലെങ്കിൽ കുടുംബക്കാരെന്ന് റിശ്തേദാർ കേട്ടോ, സബ് മിൽക്കർ, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട്, മുഖ്തലിഫ് കിസ്മക്ക്, വ്യത്യസ്ത തരത്തിലുള്ള പക്വാൻ, പലഹാരങ്ങൾ, കാത്തേഹായി തിന്നുന്നു. പക്വാൻ എന്ന പലഹാരം കേട്ടോ. ഗൈർ മുസ്ലിം ഹസ്രാത്ത് ബി ഇസ് മൗക്കെ പർ ഷരീക്ക് ഹോക്കർ, മുസ്ലിങ്ങളല്ലാത്ത മാന്യന്മാരും, ഹസ്രാത്താണ് മാന്യന്മാർ അല്ലെങ്കിൽ ആൾക്കാർ, അവരൊക്കെ ഇസ് മൗക്കെ പർ, ഈ ഒരു അവസരത്തിൽ, ഷരീക്ക് ഹോക്കർ, ഈ ഒരു സന്ദർഭത്തിൽ ഷരീക്ക് ഹോക്കർ, പങ്കാളികളായിട്ട്, ഖുഷി കാ ഇസ്ഹാർ കർത്തേ ഹൈ, സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഖുഷി കാ, സന്തോഷത്തിൻ്റെ, ഇസ്ഹാർ, പ്രകടനം നടത്തുന്നു, കർത്തേ ഹൈ എന്ന് ചെയ്യുന്നു. वो अपने मुसलमान भाइयों को ईद की मुबारकबाद പേഷ് करते हैं. അവർ തങ്ങളുടെ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഈദ് കി, പെരുന്നാളിൻ്റെ മുബാറക്ക്ബാദ്, ആശംസകൾ പേഷ് കർത്തേ ഹൈ, സമർപ്പിക്കുന്നു. പിന്നെ പേഷ് കർണാൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ അവർക്ക് അങ്ങനെ സമർപ്പിക്കുന്നു.
ഈദ് കെ ദിൻ പെരുന്നാളുടെ ദിവസം ഈദ്ഗാഹ് പെരുന്നാൾ നിസ്കാരം നടക്കുന്ന സ്ഥലം ബാഹർ അവർ ഷെഹർ ഈദ്ഗാഹ് കെ ബാഹർ പെരുന്നാൾ നമസ്കാരം നടക്കുന്ന സ്ഥലത്തിൻ്റെ പുറത്ത് അവർ ഷെഹർ മേ പട്ടണത്തിൽ ജഗ പല സ്ഥലത്തും മേള ലഗത്തായി മേള എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അർത്ഥം തന്നെ മേളകൾ നടക്കുന്നു, ചന്തകൾ നടക്കുന്നു. മിഠായി അവർ കിലോനെ കി ദുക്കാനെ സജായി ജാത്തി ഹേ. സജാന നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, അലങ്കരിക്കുക. അപ്പോൾ മിഠായിൻ്റെയും അതേമാതിരി തന്നെ പല കിലോന കളിപ്പാട്ടങ്ങളുടെയൊക്കെ പീടികകൾ സജായി ജാത്തി ഹേ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹിൻഡോലെ ബി ലഗായെ ജാത്തേ ഹേ. അതേമാതിരി ഊഞ്ഞാലുകളൊക്കെ ലഗാന പറഞ്ഞാൽ അവിടെ പല അർത്ഥം ലഗാനകളല്ല, അപ്പോൾ ഇവിടെ കെട്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഹിൻഡോലേബി ഊഞ്ഞാലുകളും ലഗായെ ജാത്തേ ഹൈ ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്, അതായത് കെട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മതി. ജിന്മേ ബച്ചെ ജൂല ജൂലത്തെ അതിൽ ഊഞ്ഞാലാടുന്നു. ജൂല പറഞ്ഞാൽ ഊഞ്ഞാലാടുക, ജൂല പറഞ്ഞാൽ ആടുന്നതിനെ പറയാം, ഊഞ്ഞാലാടുന്നേ. അപ്പോൾ ജൂല പറഞ്ഞാൽ ഊഞ്ഞാൽ തന്നെ, ജൂല ജൂലത്തെ ഹേ. പിന്നെ ഈദ് കെ ദിൻ ഹർ ഘർ മേ പെരുന്നാളിൻ്റെ ദിവസം എല്ലാ വീട്ടിലും ബഡി റൗനക് ഹോത്തി ഹേ വലിയ ഭംഗി ഉണ്ടാകുന്നു. അവർ ബാസാറോമേ അങ്ങാടികളിൽ ചഹൽ പഹൽ രഹത്തി ഹേ. ചഹൽ പഹൽ എന്ന് പറഞ്ഞാൽ ബഹളങ്ങൾ, ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാകുന്നു. ഹർ തുറഫ് ഖുഷ് കാ മാഹൗൽ ഹോത്താ ഹേ എല്ലാ ഭാഗത്തും സന്തോഷത്തിൻ്റെ ചുറ്റുപാടുകൾ ആകുന്നു. ചഹൽ പഹൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഒച്ചല്ല അതിനാണ് പറയട്ടോ. അപ്പോൾ ബഹളം എന്നോ ഒക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ സ്ഥലത്തും ഹുഷീക്ക സന്തോഷത്തിൻ്റെ മാഹൗൽ ഹോത്തായ ചുറ്റുപാട് ഉണ്ടാകുന്നു അർത്ഥം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.